അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് കേന്ദ്രത്തിനെതിരായ കേരളത്തിൻ്റെ പ്രക്ഷോഭം രാജ്യം ഏറ്റെടുത്തു എന്നാണ്. അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടോ? ബി.ജെ.പിക്ക് കനത്ത മറുപടി കേരളത്തിൻ്റെ ഈ പ്രതിഷേധം കൊണ്ട് രാജ്യത്ത് ഇന്ന് അലയടിക്കുകയാണോ? ആദ്യമായി നമ്മുടെ രാജ്യം ചെന്നുപെട്ടിരിക്കുന്ന ഭീകരമായ അവസ്ഥയെക്കുറിച്ചൊരു വാക്ക് പറയാൻ അനുവദിക്കണം. പാണ്ഡവന്മാരെ ഇല്ലാതെയാക്കാൻ അരക്കില്ലം ചുട്ട കഥ മഹാഭാരതത്തിലുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു അരക്കില്ലമാക്കിക്കൊണ്ട് ചുടുന്ന പ്രവർത്തനമാണ് ഇന്ത്യ രാജ്യത്തെ ഗവൺമെൻറ് ആരംഭിച്ചിരിക്കുന്നത്. മണിപ്പൂരിൽ ഇന്ത്യക്കകത്ത് തന്നെ മെയ്തി കുക്കി ഗ്രാമങ്ങൾ തമ്മിൽ അതിർത്തികൾ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്നിപ്പോൾ അവസാനമായി ലഭിക്കുന്ന വാർത്ത ഉത്തരാഖണ്ഡിൽ കലാപമാണ്. 4 ആളുകൾ കൊല്ലപ്പെട്ടു, 250 ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവിടെയും ആരാധനാലയം തകർക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് വരുന്നത്. ഒരു പ്രധാനമന്ത്രി ഇന്ത്യ രാജ്യത്തിരിക്കുമ്പോൾ ഒരു ആരാധനാലയം തകർക്കപ്പെട്ടത് നമ്മുടെ മുമ്പിലുണ്ട്. ആ മുൻ പ്രധാനമന്ത്രിക്ക് കോൺഗ്രസ് പോലും കൊടുക്കാത്ത ബഹുമതി കൊടുക്കാൻ തയ്യാറാകുന്ന ഒരു കേന്ദ്ര സർക്കാരിനെയാണ് നമ്മൾ കാണുന്നത്, ഭാരതരത്നം നരസിംഹറാവുവിന്. യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിലെ മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളെ രാഷ്ട്രീയത്തിൻ്റെ ചർച്ചയാക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം. അങ്ങനെ ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന മനുഷ്യജീവിതഗന്ധിയായ വിഷയങ്ങളെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇത്തരം വൈകാരിക പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടായിരിക്കും ഇനിയും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന തരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബി.ജെ.പിക്ക് മുമ്പിൽ, ആർ.എസ്.എസിന് മുമ്പിൽ, കേന്ദ്ര സർക്കാരിന് മുന്നിൽ ഇന്നലെ ഇന്ത്യ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഇടതുപക്ഷ നേതൃത്വത്തിൽ, കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നടന്ന രാഷ്ട്രീയത്തിൻ്റെ പോരാട്ടത്തിൻ്റെ ഗുണപരമായ മികവും ഉണർവും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കൃത്യമായ ദിശാബോധം പകരുന്നു. അതുകൊണ്ട് തന്നെ ആ സമരം ഇന്ത്യ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാരിനെ ക്ഷീണിപ്പിച്ചിട്ടുണ്ട്, തുറന്നു കാട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രതിപക്ഷ ബഹുമാനമോ ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള ബഹുമാനമോ രാജ്യത്തെ ജനങ്ങളോടോ മാധ്യമങ്ങളോടോ ഉത്തരവാദിത്വമോ ഉള്ള ഒരു കൂട്ടരല്ല ഇന്ത്യ ഭരിക്കുന്നത്. സ്വാഭാവികമായും കടന്നാക്രമണത്തിൻ്റെ രീതിയാണ് അവർ അവലംബിക്കുക. നമ്മൾ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിക്ക് മുമ്പിലോ പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിന് മുന്നിലോ അല്ല സമരത്തിന് പോയത്. ഇന്ത്യ രാജ്യത്തിൻ്റെ തലസ്ഥാനത്തേക്കാണ് സമരത്തിന് പോയത്. അവിടെ ചെന്നപ്പോൾ മുഖ്യമന്ത്രിമാർ 2 ആൾ കൂടി അതിനോടൊപ്പം ചേർന്നു. വിവിധ സംസ്ഥാന സർക്കാരുകളുടെ പ്രതിനിധികൾ വന്നു. അവസാനം മിസോറാമിലെ ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയായ ലാൽ ഡുഹോമ, അദ്ദേഹം ആ സമരത്തിന് അഭിവാദ്യമർപ്പിച്ചു. എന്താ ഇത് കാണിക്കുന്നത്? ഒരു പൊതുവികാരം ഈ നാട്ടിലുണ്ട്. ഈ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ സ്വതന്ത്രമായൊരു ചർച്ചയ്ക്ക് നിർമ്മല സീതാരാമൻ തയ്യാറാകണ്ടേ? കേരളത്തിലെ സർക്കാർ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായൊരു തുറന്ന ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി തയ്യാറാകണ്ടേ? നിങ്ങൾ ഉന്നയിച്ച വിഷയത്തിലെ ന്യായാന്യായങ്ങൾ കണക്കാക്കി ഞങ്ങൾ തുടർന്ന് ഇങ്ങനെ പോകും എന്ന് പറയാനുള്ളൊരു ബാധ്യത അവർക്കില്ലേ? ഞങ്ങൾ അധികാരത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഇതായിരിക്കും അവസ്ഥ. ബി.ജെ.പിക്ക് ഒരു തവണ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ തീക്ഷ്ണമായി ഞങ്ങളെ പരാജയപ്പെടുത്തുന്ന സംസ്ഥാന ഗവൺമെൻറ്റുകളെ ഞങ്ങൾ വേട്ടയാടും. ഇതാണ് ബി.ജെ.പി മുന്നോട്ട് വെക്കുന്ന ആശയം. അതുകൊണ്ട് നിർമ്മല സീതാരാമൻ്റെ കള്ളക്കണക്കും നിർമ്മല സീതാരാമൻ മുഖം മറയ്ക്കാൻ വേണ്ടി എടുക്കുന്ന ഇത്തരം എല്ലാ നടപടികളും ആരൂഢം വളഞ്ഞ ഇന്ത്യ രാജ്യത്തിനകത്തെ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത്, ഞെരിഞ്ഞ് തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്കകത്ത് ജനസമൂഹങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നവർക്കുള്ള മറുപടി കൊഞ്ഞനം കാട്ടലാണ് എന്ന് തന്നെയാണ്. നിർമ്മല സീതാരാമൻ തെറ്റായ കണക്കുകൾ പറയുന്നതിൻ്റെ ന്യായം എന്താണ്? ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഒരു ഡോളറിന് എത്ര ഇന്ത്യൻ രൂപ കൊടുക്കണമായിരുന്നു? ഏതാണ്ട് കണക്ക് നോക്കിയാൽ 62 രൂപ 63 പൈസ കൊടുക്കണം. 62-63 രൂപയാണ് അക്കാലത്തെ കണക്ക്. ഇന്നൊരു ഡോളർ സമം 84 രൂപയാണ്. അതിനർത്ഥം എന്താണ്? ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞു.
ഇപ്പോൾ 10 കൊല്ലം UPA സർക്കാരിൻ്റെ കാലത്ത് ആകെ കേരളത്തിന് കിട്ടിയ സംഖ്യയും ഇന്ന് കേന്ദ്ര സർക്കാർ നികുതി വിഹിതത്തിൻ്റെ ഭാഗമായി നമുക്ക് തരുന്ന സംഖ്യയും തമ്മിൽ കണക്കാക്കിയിട്ട് ഞങ്ങൾ കൂടുതൽ പണം തന്നു എന്ന് പറഞ്ഞാൽ ആ തരുന്ന പണത്തിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? 10 കൊല്ലം മുമ്പത്തെ ഇന്ത്യൻ രൂപയുടെ വില എന്താണ്? ഇന്ന് എത്ര രൂപയായിട്ടത് മുഞ്ഞുകുത്തിയിരിക്കുന്നു? ഇതല്ലേ ഒന്നാമത്തെ ചോദ്യം. 10 വർഷം മുമ്പ് ഇന്ത്യ രാജ്യത്തിൻ്റെ ബഡ്ജറ്റ് 22 ലക്ഷം കോടി രൂപയാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റ് 46 ലക്ഷം കോടി രൂപയാണ്. അതിൽ ഏതാണ്ടൊരു 17 ലക്ഷം കോടി രൂപ ഇത്തവണ തന്നെ അവർ കടം വാങ്ങുന്ന പണമാണ്. ഇന്ത്യ രാജ്യത്തിന് സമ്പത്തുള്ളത് കൊണ്ടല്ല അത്രയും വലിയ ബഡ്ജറ്റ് വരുന്നത്, കടം വാങ്ങുകയാണ്. കടം എടുക്കാൻ മാർഗമില്ലാതെ വന്നാൽ റിസർവ് ബാങ്ക് നോട്ടടിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അതിനുള്ള അധികാരം കേന്ദ്രത്തിനുണ്ട്. അതുകൊണ്ടാണ് ധനക്കമ്മി എന്ന് പറയുന്നത് 6.4%, 5.9% ഒക്കെ ആയിട്ട് ഇങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ കേരളം എത്രയോ ഭദ്രമായ നിലയിലാണ്. അതുകൊണ്ട് ഉയർത്തിയ പ്രശ്നങ്ങളെക്കുറിച്ച് അന്തസ്സായ ഒരു ചർച്ചയ്ക്ക്, മുഖാമുഖം ചർച്ചയ്ക്ക് നിർമ്മല സീതാരാമൻ തയ്യാറാണോ? തിരുവനന്തപുരത്ത് വന്ന് പത്രമാധ്യമങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഓഫാക്കി ആ ക്യാമറകളെല്ലാം ഓൺ ചെയ്യണം, ഞങ്ങൾ പണം തന്നു കഴിഞ്ഞു. നിർമ്മല സീതാരാമൻ ആ പ്രസംഗം തിരുവനന്തപുരത്ത് നടത്തുമ്പോൾ കഴിഞ്ഞ ജൂൺ മാസം മുതൽ കേന്ദ്ര സർക്കാർ കുടിശ്ശികയാക്കിയിരിക്കുകയാണ് പെൻഷൻ. അവർ പ്രസംഗിക്കുന്ന ഒക്ടോബറിലാണ്, നവംബറിലാണ്. അതിൻ്റെ തമാശ എന്താണ്? തലേ ഒക്ടോബർ മാസമാണ് ഏതാണ്ട് ദീർഘ 39 മാസക്കാലത്തെ കേന്ദ്ര സർക്കാർ തരാനുള്ള നാമമാത്രമായ 200 രൂപയുടെ പെൻഷൻ 6 ലക്ഷത്തോളം പേർക്ക് ഈ കേരളത്തിന് കുടിശ്ശികയാക്കി തന്നിട്ട് പോയത്. അത് റിലീസ് ചെയ്തിട്ട് ഇനി എത്ര കൊടുക്കാനുണ്ട് ബാക്കി? കേരളം ഉന്നയിക്കുന്ന കേസ് എന്താണ്? മറുപടി പറയുന്ന വേറൊന്നാണ്. കുറേ പ്രതിപക്ഷ MP-മാർ കേരളത്തിൽ നിന്ന് പോകും, NK പ്രേമേന്ദ്രനെ പോലുള്ള ആളുകൾ. നിർമ്മല സീതാരാമന് കേരളത്തെക്കുറിച്ചുള്ള വ്യാധി ആഖ്യാനങ്ങൾ ഉണ്ടാക്കാൻ തക്കവണ്ണം ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യം ധനകാര്യ മന്ത്രാലയത്തിൽ നിന്ന് എഴുതി കൊടുക്കുന്ന ചോദ്യമാണ്. എന്നിട്ട് ധനകാര്യമന്ത്രി അതിന് ഉത്തരം പറയും. ആ ഉത്തരങ്ങൾ എന്ന് പറയുന്നത് കേരള സർക്കാരിനെ തകർക്കാനും കേരളത്തെ തകർക്കാനുമുള്ളതാണ്. ഈ കൂട്ടുകച്ചവടം നടത്തുന്നവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മാത്രമായി ഒറ്റപ്പെട്ടിരിക്കുന്നു. കേരളത്തിലെ പ്രതിപക്ഷം, അതിൽ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡൻറ്റും മാത്രമായി ഒറ്റപ്പെട്ടിരിക്കുന്നു. മല്ലികാർജ്ജുന ഖാർഗെയ്ക്ക് മനസ്സിലാകുന്ന മലയാളം K. സുധാകരനും VD സതീശനും മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ ഈ കേരളത്തെ പ്രതിനിധീകരിക്കാൻ KPCCക്ക് അധികാരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നിർമ്മല സീതാരാമൻ്റെ കള്ളക്കണക്കും ആ കള്ളക്കണക്ക് കേരള സമൂഹത്തിനകത്ത് പ്രചരിപ്പിക്കാൻ തക്കവണ്ണം കൂട്ടുനിൽക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷവും തുല്യ ഉത്തരവാദികളാണ്. ഈ കേരളത്തിനെതിരായ കടന്നാക്രമണത്തിൽ യുദ്ധം ഈ രണ്ട് ശക്തികൾക്കുമെതിരെ ഒരുമിച്ച് പോയെങ്കിൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ.